ദ റിയൽ പി ആർ പണി എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാം. പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കണ്ണിന്റെ കാഴ്ചയെ കൃത്രിമമായിട്ടുള്ള ദൃശ്യങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലെ ഷോഫിക്കാനും മാങ്ങാണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യം വെച്ചിട്ട് ബോധ്യപ്പെടുത്താം. ദേ, ഈ സ്റ്റില്ലൊന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യം കാണുമ്പോൾ എന്തായിട്ട് തോന്നുന്നു? ഒരു പുരുഷൻ ദേ ഓടുന്നു, പിന്നാലെ ഒരു സ്ത്രീ ഓടുന്നു. കണ്ടോ? ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ ചിന്താഗതിയിലേക്ക് സ്വാഭാവികമായി ഓടി വരുന്നത് എന്തായിരിക്കും? മാല പൊട്ടിച്ചുകൊണ്ടോ ആ സ്ത്രീയുടെ എന്തോ പിടിച്ചു പറിച്ചുകൊണ്ട് ഒരു വ്യക്തി ഓടുന്നു, അവർ പിന്നാലെ ഓടുന്നു, അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷെ എന്താണ് റിയാലിറ്റി നിങ്ങൾ കാണണ്ടേ? ആ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ ക്യാമറയെ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഓടി കയറാറുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടത്. ശ്രദ്ധിക്കുക, സെറ്റിട്ട് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയെ പിന്നാലെ കഥാപാത്രമായി ഓടിച്ചിട്ട് അതിന്റെ പിന്നാലെ എങ്ങനെയാണ് ക്യാമറ സഞ്ചരിക്കുന്നത് നോക്കണേ. കേരളത്തിലെ 916 കാപട്യങ്ങളായിട്ടുള്ള റീൽസ് മോന്മാരെ ഈ ദൃശ്യത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ മാല പൊട്ടിച്ചോടുന്നു എന്ന് ഒറ്റ സ്റ്റില്ല് കണ്ട് സംശയിക്കുന്ന ആ സംഭവത്തിന്റെ യഥാർത്ഥ PR ദൃശ്യം എന്താണെന്ന് നിങ്ങൾ നോക്കി. കണ്ടോ? പ്രായമായ ആൾക്കാരെ വേഷം കെട്ടിച്ചുകൊണ്ട് നേരെ ചെല്ലുന്നു. അയ്യോ ഷാഫി വന്നു. സാധാരണഗതിയിൽ നിങ്ങൾ എത്രയോ വീടുകളിൽ പോയിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ ഓടിച്ചെന്ന് കയറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നാലെ ഒരു സ്ത്രീയെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പുറകെ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇവന്മാരുടെ ഷൂട്ടിംഗ് പരിപാടി. ഈ ഷൂട്ടിംഗ് പരിപാടിയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നോക്കിയേ, നമ്മൾ വ്യക്തികളുമായിട്ട് സ്നേഹം പങ്കിടുന്നത് വരെ ക്യാമറാമാനെ നിർത്തി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നതാണോ? അല്ല, ആൾക്കാരുടെ മുന്നിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. അടിമുടി സുഡാപ്പി ഫ്രോഡായിട്ടുള്ള ഷാഫിയുടെ പല തരത്തിലുള്ള നമ്പറാണ് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ. വയനാട് ഉൾപ്പെടെയുള്ള പല ഫണ്ട് തട്ടിപ്പുകളിലെല്ലാം തന്റെ പേര് വരാതിരിക്കാൻ വേണ്ടി മറ്റൊരു സൈഡിൽ കൂടെ പണം ഇറക്കി PR വർക്ക് നടത്തുന്നത് എങ്ങനെ നോക്കിയേ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് എന്തിനാണ് ക്യാമറ എന്നൊന്ന് ആലോചിച്ച്. ക്യാമറ ഷൂട്ടുകളൊന്നും വേണ്ടെന്നല്ല, ഒരു ജീവിതത്തിലെ കൗതുകകരമായിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ കാണേണ്ട നല്ലതിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ആവശ്യം തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ. ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ ഇല്ലാതെ പറഞ്ഞു വെച്ചതിന് ശേഷം ഇതുപോലെ പട്ടി ഷോ ഒരു വീട്ടിനകത്തേക്ക് ഓടിക്കയറുന്നു, പുറകെ ഒരു സ്ത്രീ ഓടിച്ചിട്ട് അയ്യോ ഷാഫി എന്ന് പറയണം, ആ ഓഡിയോ എടുത്തു വെച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന ഇമാതിരി കപടന്മാരാണ് കോൺഗ്രസ്സുകാർ. അവർ ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സുഡാപ്പി ഫണ്ടിങ്ങിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഇല്ലാത്തതുണ്ടെന്നും കോൺഗ്രസിന്റെ വരുംകാല നായകൻ ഞാനാണെന്നും കോൺഗ്രസ് എന്നാൽ ഇനി താനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നാട് തിരിച്ചറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ മതേതരനാകാൻ ശ്രമിക്കുന്നത് അത് ഒരു ഹിന്ദു വീടല്ല, ചന്ദനക്കുറിയൊക്കെ അടിച്ച ചേച്ചിമാരെയൊക്കെ സെറ്റിട്ട് നിർത്തിയതിനു ശേഷം ഇമാതിരിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാകുന്ന, അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ ലെവലേശം ആത്മാർത്ഥതയില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ ഒരു ഷോ കാട്ടി തന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയാണ് പൊടിച്ചു കളയുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു കാര്യം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ പണമൊക്കെ ഷാഫിക്ക് ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ ആ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു സഹായമായേനെ. കാര്യം ഇവരാണല്ലോ ഈ വയനാട് ഫണ്ടിന്റെ പേരിൽ ആ പാവപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് പണം പിരിച്ചെടുത്തതിന് ശേഷം ആ പണവും ഇല്ല, ആപ്പും ഇല്ല, വീടും ഇല്ല, ഒരു കോപ്പും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയതിനു ശേഷം നാണവും മാനവും ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ റോഡ് നീളെ PR ഷൂട്ട് നടത്തി ജനഹൃദയങ്ങളിൽ കയറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാല പൊട്ടി ഫോട്ടോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇവന്മാരുടെ തട്ടിപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇവർ കരുതിയിരിക്കുന്നത് ഇത്ര ബുദ്ധിയില്ലാത്തവരാണ് ഈ നാട്ടിലെ വോട്ടർമാരെന്നാണ്. അത് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അത് വിശദീകരിച്ചു തന്നത്.